അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മക്കയിലെ ഗ്രാൻഡ് മസ്ജിദും മദീനയിലെ പ്രവാചകന്റെ മസ്ജിദും പുതുക്കി പണിയുമ്പോൾ നടന്ന ചില അത്ഭുത കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ രണ്ട് മസ്ജിദുകളും കഅബയും ജെറുസലേമിലെ അൽ-അഖ്സ മസ്ജിദും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള സ്ഥലങ്ങളാണ്. ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാം ഈ സ്ഥലങ്ങൾ എത്ര സുന്ദരവും ആത്മീയവുമാണെന്ന്. ഈ മസ്ജിദുകൾ പുതുക്കി പണിഞ്ഞത് ഒരു ഈജിപ്ഷ്യൻ എഞ്ചിനീയറായ ഡോക്ടർ മുഹമ്മദ് കമാൽ ഇസ്മായിലാണ്. 1908 ജനിച്ച് 2008 മരിച്ച ഇദ്ദേഹം യൂറോപ്പിൽ നിന്ന് ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ 3 ഡോക്ടറേറ്റ് നേടിയ ആളാണ്. പഠനം കഴിഞ്ഞ് ഈജിപ്തിൽ തിരിച്ചെത്തിയ അവർ അവിടെ ആദ്യമായി വിദേശ എഞ്ചിനീയർമാരെ മേൽനോട്ടം ചെയ്ത് ഉയർന്ന യോഗ്യതയിലുള്ള എഞ്ചിനീയറായി മാറുകയും ചെയ്തു. 70 വയസ്സുള്ളപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് ഒരു കരാർ കിട്ടി മക്കയിലെ ഗ്രാൻഡ് മസ്ജിദ് പുതുക്കി പണിയാൻ. അവിടുത്തെ കടുത്ത ചൂട് കാരണം തീർത്ഥാടകർക്ക് എളുപ്പത്തിൽ തവാഫ് ചെയ്യാൻ പറ്റണമെന്ന് അവർ ആഗ്രഹിച്ചു. അതിനായി തണുപ്പുള്ള മാർബിൾ, വലിയ ഇലക്ട്രിക് ഡോമുകൾ, തണലിന് വലിയ കുടകൾ എന്നിവ അവർ ഉപയോഗിച്ചു. ഈ മാർബിൾ ചൂടിനെ വലിച്ചെടുക്കുന്ന തരത്തിലുള്ളതാണ്. പക്ഷേ ഇതിന് ഏറ്റവും നല്ല മാർബിൾ കിട്ടിയത് ഗ്രീസിലെ ഒരു ചെറിയ കുന്നിൽ നിന്നാണ്. ഡോക്ടർ ഇസ്മായിൽ സൗദി രാജ്യത്തിനു വേണ്ടി ഗ്രീസുമായി ചർച്ച നടത്തി ആ കുന്നിൻ്റെ പകുതി വാങ്ങി. അങ്ങനെ മക്കയിലെ മസ്ജിദ് പൂർത്തിയായി. 15 വർഷം കഴിഞ്ഞ് സൗദി രാജാവ് ഫഹദ് പറഞ്ഞു മദീനയിലെ മസ്ജിദ് നബവിയും ഇതേ മാർബിൾ ഉപയോഗിച്ച് പുതുക്കണമെന്ന്. ഡോക്ടർ ഇസ്മായിൽ വീണ്ടും ഗ്രീസിലേക്ക് പോയി ബാക്കി മാർബിൾ വാങ്ങാൻ. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ ഞെട്ടി. ആ മാർബിൾ മുഴുവൻ ഒരു സൗദി കമ്പനി വാങ്ങിയിരുന്നു. അവർ ആ കമ്പനിയെ സമീപിച്ചപ്പോൾ ഒരു അത്ഭുതം കണ്ടു. 15 വർഷമായി ആ മാർബിൾ ആ കമ്പനി ഉപയോഗിക്കാതെ സ്റ്റോറിൽ വെച്ചിരിക്കുകയായിരുന്നു. അവർക്ക് തോന്നി ഇത് മസ്ജിദ് നബവിക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുകയാണെന്ന്. ഡോക്ടർ ഇസ്മായിൽ കമ്പനി ഡയറക്ടറോട് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്തു പറഞ്ഞു, നിനക്ക് വേണ്ടത്ര പണം എഴുതിക്കോ. പക്ഷേ ഡയറക്ടർ അത് പ്രവാചകന്റെ മസ്ജിദിന് വേണ്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ പണം വാങ്ങാൻ വിസമ്മതിച്ചു. മുഴുവൻ മാർബിളും സൗജന്യമായി കൊടുക്കുകയും ചെയ്തു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതൊരു അത്ഭുതമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഒരു സാധാരണ യാദൃശികമാണോ? ഇത് നമ്മുടെ വിശ്വാസം കൂട്ടേണ്ട കഥയാണ്. അള്ളാഹുവിൻ്റെ പദ്ധതി എപ്പോഴും നടക്കും എന്നതിൻ്റെ തെളിവാണിത്. ഈ മസ്ജിദുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള മുസ്ലിങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നിക്കുന്ന സ്ഥലമാണ്. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് അവരുടെ വിശ്വാസം പുതുക്കുന്നു, പാപങ്ങൾ പൊറുക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവുമായും അവൻ്റെ ദൂതനുമായും ബന്ധമുറപ്പിക്കുന്നു. ഡോക്ടർ ഇസ്മായിൽ ആ മാർബിളെടുത്ത് മസ്ജിദ് നബവിയും പുതുക്കി. സൗന്ദര്യവും പ്രയോജനവും ഒരുപോലെ കൂട്ടിച്ചേർത്ത് അവർ അത് രൂപകൽപ്പന ചെയ്തു. എന്നിട്ടും ഈ 2 മസ്ജിദുകൾക്ക് വേണ്ടി ചെയ്ത ഈ മഹത്തായ പണിക്ക് അവർ ഒരു പൈസ പോലും വാങ്ങിയില്ല. അള്ളാഹുവിൻ്റെ വീടിന് വേണ്ടി പണം വാങ്ങി അവനെ മുഖാമുഖം കാണാൻ എനിക്ക് നാണക്കേടാണ്, അത് വേണ്ട എന്നാണ് അവർ പറഞ്ഞത്. 2008 ഡോക്ടർ മുഹമ്മദ് കമാൽ ഇസ്മായിൽ മരിച്ചു. പക്ഷേ അവരുടെ ഓർമ്മകൾ ഇന്നും ജീവിക്കുന്നു. അവരുടെ കഴിവ്, എളിമ, വിശ്വാസം ഇതെല്ലാം ലോകത്തിന് പ്രചോദനമാണ്. ഈ മസ്ജിദുകളിൽ അവർ ചെയ്ത പ്രവൃത്തി അറിവും ഉയർന്ന ലക്ഷ്യവും ഒന്നിക്കുമ്പോൾ എന്തൊക്കെ നേടാമെന്നതിൻ്റെ തെളിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഡോക്ടർ ഇസ്മായിലിനെ അവരുടെ ഖബറിൽ സമാധാനവും സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനവും നൽകട്ടെ. നമ്മളെയും അവൻ്റെ പ്രിയപ്പെട്ട അടിമകളാക്കി നല്ലൊരു അവസാനം നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.